പല ഹെൽത്ത് മാഗസിനുകളിലും ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്ന ഒരു ഹെഡ്ലൈനാണ് യുവതികളിലെ ബ്രസ്റ്റ് ക്യാൻസർ. അതായത് യങ് ബ്രസ്റ്റ് ക്യാൻസർ. 40 വയസ്സിന് താഴെയുള്ള സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അളവ് കൂടുന്നു എന്നുള്ളതാണ് ന്യൂസ്. ലോകത്ത് മറ്റ് രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ചെറിയ പ്രായത്തിലെ സ്ത്രീകളുടെ ക്യാൻസർ വളരെ കൂടുതലാണ്. മുമ്പ് ഞാൻ ഡോക്ടർ പോൾ അഗസ്റ്റിൻ, ഡോക്ടർ കുര്യൻ ചെറിയാൻ എന്നിവരുടെ നേതൃത്വത്തിൽ RCCയിൽ ഒരു പഠനം നടത്തിയിരുന്നു. 40 വയസ്സിന് താഴെയുള്ള സ്ത്രീകളിലെ ക്യാൻസറിനെ പറ്റി പ്രത്യേകമായൊരു പഠനം. ആകെ റിപ്പോർട്ട് ചെയ്ത ക്യാൻസറുകളിൽ 17% ക്യാൻസറുകൾ 40 വയസ്സ് താഴെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ. ഈ യങ് ബ്രസ്റ്റ് ക്യാൻസറിന് ഒരു പ്രോബ്ലം ഉണ്ട്. അത് കൂടുതൽ അഗ്രസീവാണ്. കൂടുതൽ പ്രശ്നക്കാരനായതും കൂടുതൽ സ്റ്റേജ് കൂടിയതുമായ ക്യാൻസറുകളാണ് യങ് ഏജിൽ കാണുന്നത്. പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തത്, നമ്മൾ യങ് ആയിരിക്കുമ്പോഴേ നമ്മൾ ഒരിക്കലും ക്യാൻസർ സസ്പെക്ട് ചെയ്യില്ല. യങ് ആയിരിക്കുന്ന ഒരാൾ എനിക്ക് ചെറിയ മുഴകളൊന്നും കാണിക്കാൻ പോകില്ല, ഡോക്ടറെ കാണില്ല. പലപ്പോഴും വലിയ മുഴകളായതിനു ശേഷം മാത്രം, അല്ലെങ്കിൽ ക്യാൻസർ സ്റ്റേജ് മാറിയതിന് ശേഷമായിരിക്കും പലപ്പോഴും യങ് ആളുകൾ ഡോക്ടറെ കാണുന്നത്. അതുമാത്രമല്ല, ഇൻഹറൻ്റ്ലി ജനറ്റിക് ആയിട്ട് തന്നെ യങ് ബ്രസ്റ്റ് ക്യാൻസർ കൂടുതൽ അഗ്രസീവാണ്. കൂടുതൽ ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ, കൂടുതൽ HER2 പോസിറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ, ഇങ്ങനെ അഗ്രസീവായിട്ടുള്ള ക്യാൻസർ വേരിയൻസ് 40 വയസ്സിന് താഴെയുള്ള ആളുകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പലപ്പോഴും യങ് ആളുകളിൽ ക്യാൻസർ കണ്ടുപിടിക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ ലേറ്റായി കണ്ടുപിടിക്കാനുള്ള ഒരു കാരണം ഈ സ്ക്രീനിങ് സാധാരണഗതിയിൽ യങ് ആളുകളിൽ അഡ്വൈസ് ചെയ്യാത്തതായിരിക്കാം. പലപ്പോഴും ലൈഫ് സ്റ്റൈലായിരിക്കാം, മാറി വരുന്ന ജീവിത സാഹചര്യങ്ങളായിരിക്കാം, ഭക്ഷണ രീതികളിലെ വ്യത്യാസമായിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ സെഡൻഡറി ലൈഫ് ഹാബിറ്റ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നു, അതായിരിക്കാം. അങ്ങനെ പല കാരണങ്ങളും ആവാം. കൂടെ ജനറ്റിക് ആയിട്ടുള്ള ചേഞ്ചസുകൾ ചിലപ്പോൾ ഈ സമയത്ത് കൂടി വരുന്നുണ്ടാകാം. യങ് ആയിട്ടുള്ള ആളുകളിൽ ക്യാൻസറിൻ്റെ അളവ് കൂടി വരുന്നുണ്ട്. യങ് ബ്രസ്റ്റ് ക്യാൻസർ കൂടുതൽ അഗ്രസീവാണ്. അപ്പോൾ യങ് ആളുകളിലും എന്തെങ്കിലും സംശയം തോന്നിയാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട് ആവശ്യമുള്ള സൊല്യൂഷൻ എടുത്തിരിക്കണം.